നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 ഒന്ന് കഴിഞ്ഞ് എൻ്റെ ഫലമൊക്കെ പ്രഖ്യാപിച്ചു പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരമായിരുന്നു. ഇതിൽ ആരൊക്കെ ജയിച്ചു, ആരൊക്കെ തോറ്റു, ആരൊക്കെ കടപുഴകി വീണു എന്നൊക്കെ നാം കണ്ടതാണ്, അതിനൊക്കെ സാക്ഷ്യം വഹിച്ചതുമാണ്. ജയിച്ച സ്ഥാനാർത്ഥികൾ, മുന്നണി സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അതിനിയും പാലിക്കപ്പെട്ടു തുടങ്ങി എന്നാണ് പ്രതീക്ഷ. തോറ്റവർക്ക് നേരെ കുറച്ച് സമയത്തെ വിഷമമേ ഉണ്ടാവുള്ളവർക്ക് നേരെ വീട്ടിലേക്ക് പോകാം, അവർക്ക് അവരുടെ മറ്റു ജോലികളിൽ വ്യാപൃതരാകാം. അതാണ് കേരളത്തിലെ കീഴ്വഴക്കം. പക്ഷേ തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല, ജയിക്കാൻ തന്നെയാണ് മിക്കവാറുമുള്ള എല്ലാ സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ചാടിയിറങ്ങുന്നത്. അപ്പോൾ അവർ ജനങ്ങൾക്ക് മുന്നിൽ ചില വാഗ്ദാനങ്ങളൊക്കെ വയ്ക്കും. ഞങ്ങൾ ജയിച്ചാൽ ഇന്നത് ചെയ്തു തരാം, അല്ലെങ്കിൽ ഞാൻ ജയിച്ചാൽ, എൻ്റെ കക്ഷി ജയിച്ചാൽ ഇവിടെ കലുങ്കുണ്ടാക്കാം, പാലമുണ്ടാക്കാം, നടപ്പാത ഉണ്ടാക്കാം, അല്ലെങ്കിൽ നടപ്പാത ഒരു ആംബുലൻസെങ്കിലും പോകുന്ന വാഹനത്തിലുള്ള ഗതാഗത യോഗ്യമാക്കി മാറ്റിത്തരാം, അങ്ങനെ അല്ലെങ്കിൽ ഒരു കെട്ടിടം വെച്ച് കൊടുക്കാം, താമസ സൗകര്യം ഒരുക്കി തരാം. അങ്ങനെ സാധാരണക്കാരായ പക്കാ രാഷ്ട്രീയക്കാരുടെ മനസ്സില്ലാത്ത, അതിലേക്ക് വരാത്ത ശുദ്ധ മനസ്സുള്ള പൊതുപ്രവർത്തകരാണ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെങ്കിൽ അവർ ജെനുവിനായിട്ട് തന്നെ ആൾക്കാരോട്, തന്നെ ഒന്ന് കാണുന്ന വോട്ടർമാരോട് അവരുടെ സങ്കടങ്ങൾ കേട്ട് തിരിച്ച് മറുപടി നൽകാറുണ്ട്. ഇതാ അത്തരത്തിൽ എത്ര പേർ കേരളത്തിൽ ഇന്നോളം, കേരളം ഉണ്ടായപ്പോൾ തൊട്ട് നിയമസഭാ രൂപീകരണം മുതൽ ഇന്നോളം എത്ര തോറ്റ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വാഗ്ദാനം പാലിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് മുന്നിൽ? അതോ അതൊക്കെ ജയിച്ചവർ ഇനി ചെയ്തോളും, ഞാൻ തോറ്റുപോയില്ലേ, എനിക്കിനി ചെയ്തേണ്ട ആവശ്യമില്ല എന്നിവൻ തള്ളിക്കളയുകയാണോ? പക്ഷേ അങ്ങനെ അപൂർവം ചില സംഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഈ കാലഘട്ടത്തിൽ 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിലുമുണ്ടായി അത്തരമൊരു സംഭവം. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും വാക്ക് പാലിച്ചിരിക്കുന്നു ഏറ്റുമാനൂരിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന ആതിര D. നായർ. പൊളിഞ്ഞു വീഴാറായ ഒരു വീടിന് പകരം പുതിയ വീട് വച്ച് നൽകാമെന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ആതിര ഒരു കുടുംബത്തിന് വാക്ക് നൽകിയിരുന്നു. അതാണിപ്പോൾ ആതിര പാലിച്ചു തുടങ്ങിയത്. ഒരു കാര്യം കൂടി ഓർക്കണം, ഒരു 2020 പാർട്ടിക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു BJP സംഘ NDA കുടുംബത്തിനുമല്ല ഇങ്ങനെ വേർതിരിച്ചല്ല ആതിരയുടെ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നത്. അവിടെയാണ് ആതിരയുടെ വ്യത്യസ്തത. ആരാണ് ഈ ആതിര? ശാസ്ത്രീയ സംഗീതജ്ഞ, നർത്തകി, കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദക്കാരി, പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഒരു സംരംഭക. ഇതൊക്കെയാണ് ആതിര D. നായർ. അങ്ങനെ 2020 പാർട്ടിയാണ് ആതിരയെ ഏറ്റുമാനൂർ സ്ഥാനാർത്ഥിയാക്കിയത്. NDA സഖ്യത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് ആതിര. അവിടെ NDA മുന്നണി നിശ്ചയിച്ച 2020 സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല എന്നറിഞ്ഞപ്പോൾ പകരക്കാരിയെ വന്നതാണ് ഈ ആതിര. പക്ഷേ ആതിര കേരളത്തിലെ രാഷ്ട്രീയക്കാരെയൊക്കെ ഇതാ തൻ്റെ മാതൃകാപരമായ നീക്കം കൊണ്ട് ഞെട്ടിച്ചിരിക്കുന്നു. കോട്ടയം തിരുവാർപ്പിലെ അംബേദ്കർ ഉന്നതിയിൽ താമസിക്കുന്ന ഹരിദാസനും കുടുംബത്തിനുമാണിതാ ആതിര ഇപ്പോൾ താങ്ങാകുന്നത്. തോറ്റ സ്ഥാനാർത്ഥിയാണ്. ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ വീട്ടിൽ 2 കുഞ്ഞുങ്ങൾക്കൊപ്പമായിരുന്നു ഹരിദാസനും ഭാര്യ ശാന്തമ്മയും താമസിച്ചിരുന്നത്. പല പാർട്ടിക്കാരോടും സംഘടനകളോടും വീട് വയ്ക്കാനായി ശാന്തമ്മ സഹായം ചോദിച്ചിരുന്നു. എന്നാൽ കയറി കിടക്കാൻ ഒരു വീടെന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ ആഗ്രഹം മാത്രം അവിടെ സഫലമായില്ല. തിരഞ്ഞെടുപ്പ് സമയത്ത് NDAക്കായി വോട്ട് തേടിയെത്തിയ ആതിരയോട് ആദ്യം ഹരിദാസനും ശാന്തമ്മയും ശുദ്ധ മനസ്സുകൊണ്ട് പറഞ്ഞത്, മോളെ ഒന്നും തോന്നരുത്, ഞങ്ങളൊരു കോൺഗ്രസ്സുകാരാണ്, വോട്ട് ചെയ്യത്തില്ല എന്ന് തന്നെയായിരുന്നു. എന്നാൽ ആ വീടിൻ്റെ അവസ്ഥയിൽ കണ്ട് സങ്കടം തോന്നിയ ആതിര എന്ന ആ പെൺകുട്ടി കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഷെഡ് ഇടിഞ്ഞു വീണ് താനോ ഭർത്താവോ മരണപ്പെട്ടാലും മതിയായിരുന്നു, അങ്ങനെയെങ്കിലും സർക്കാർ ഒരു വീട് വെച്ച് തരും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ. തങ്ങൾക്ക് 2 ചെറിയ കുട്ടികളാണെങ്കിലും നല്ലൊരു വീട്ടിൽ കിടക്കുമല്ലോ ആ കുട്ടികളെങ്കിലും എന്നാണ് ശാന്തമ്മ ആതിരയോട് പറഞ്ഞത്. ഇത് കേട്ട് വിങ്ങുന്ന മനസ്സുമായി മടങ്ങിയ ആതിരയുടെ മനസ്സിൽ നിന്നും ഈ കുടുംബത്തിൻ്റെ വിഷമം മാഞ്ഞതയില്ല. തിരഞ്ഞെടുപ്പിൽ ആതിര പരാജയപ്പെട്ടു. സാധാരണഗതിയിൽ സ്ഥാനാർത്ഥിയുടെ വാഗ്ദാനവും അവിടെ അവസാനിക്കാറാണ് പതിവ്. എന്നാൽ ഇലക്ഷൻ റിസൾട്ട് വന്ന ഉടനെ ഒരു വീട് വയ്ക്കാനുള്ള പ്ലാൻ തയ്യാറാക്കാൻ ആതിര അവിടെ എത്തി. ശേഷം ഫണ്ട്, കോൺട്രാക്ടർ ഇവരെയൊക്കെ കണ്ടെത്താനുള്ള ശ്രമം. താമസിയാതെ ഫണ്ട് വന്നു, കോൺട്രാക്ടർ ലഭിച്ചു. അങ്ങനെ വീട് പണിക്കുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു. അങ്ങനെ കഴിഞ്ഞ ദിവസം വീടിൻ്റെ കല്ലിടൽ ചടങ്ങ് നടന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. 3 മാസത്തിനുള്ളിൽ ആ കൊച്ചു വീടിൻ്റെ പണി തീർത്ത് താക്കോൽ കൈമാറാനാണ് ആതിരയുടെ തീരുമാനം. കാലാവസ്ഥ പ്രതികൂലമായില്ലെങ്കിൽ കൃത്യസമയത്ത് പണി തീർക്കുമെന്നാണ് ആതിരയുടെ കണക്കുകൂട്ടൽ. ജയിച്ചു കഴിഞ്ഞാൽ പോലും വാക്ക് പാലിക്കാൻ ഒരല്പം അസ്കിതയുള്ള നമ്മുടെ സ്ഥാനാർത്ഥികൾക്കിടയിലാണ് ഇതാ ആതിര D. നായരെ പോലുള്ളവർ വ്യത്യസ്തരാകുന്നത്. ഇതാണ് കേരളത്തിന് വേണ്ടത്.
ഇതാകണം ജെൻസി തലമുറ, ഇതാകണം ജെൻസി കുട്ടികൾ. കാരണം അല്ലലില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ വളരുന്നവരാണ് ഇപ്പോഴത്തെ 90% കുട്ടികളും. എത്ര കഷ്ടപ്പെട്ടാണ് മാതാപിതാക്കൾ ജീവിക്കുന്നതെങ്കിലും ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിലെ കുട്ടികളെ നമ്മൾ ഒരു വിഷമതകളൊന്നും അറിയിക്കാറില്ല. പക്ഷേ അത്തരം ജെൻസി കുട്ടികൾക്ക് അതിനെ പോലുള്ള ഒരു ടെക്നിക്കൽ ബിരുദാനന്തര ബിരുദമുള്ള ഒരു കുട്ടിക്ക് ഒരു കുടുംബത്തിൻ്റെ ആ അവസ്ഥ, ദൈന്യത ഇതൊക്കെ മനസ്സിലാകുമെങ്കിൽ അവിടെ ആതിര എന്ന ആ പെൺകുട്ടിയിലെ രാഷ്ട്രീയക്കാരി വിജയം കണ്ടു, ജയിച്ചു എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിൽ ആതിര പരാജയപ്പെട്ടു, പക്ഷേ മനസ്സാകുന്ന ഇലക്ഷൻ കളത്തിൽ ആതിര ഇതാ ജയിച്ചിരിക്കുന്നു. കാരണം ആരുടെയും സമ്മർദ്ദമില്ല. തിരഞ്ഞെടുപ്പ് ഫണ്ട് വഴി കിട്ടിയ ആ പണം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് സമാഹരിച്ചത്, അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയിൽ നിന്നും സമാഹരിച്ചത്, എന്തുമായിക്കൊള്ളട്ടെ, ആതിര എന്ന ആ സംരംഭകയുടെ മനസ്സ്, അല്ലെങ്കിൽ സ്വന്തം സമ്പാദ്യം മിച്ചം പിടിച്ചതാകാം, അതൊന്നും ആതിര അങ്ങനെ വീമ്പിളക്കി അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ ആതിര തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞ ആതിര ഇനി വിജയം കണ്ടേ തിരിച്ചു കയറുകയുള്ളൂ. അങ്ങനെ ആ വീടിൻ്റെ, കൊച്ചു വീടിൻ്റെ, ആ കുഞ്ഞു വീടിൻ്റെ കല്ലിടൽ കർമ്മവും നടന്നിരിക്കുന്നു. ഇങ്ങനെയാകണം നമ്മുടെ കുട്ടികൾ, ഇങ്ങനെയാകണം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ, ഇങ്ങനെയാകണം നമ്മുടെ സ്ഥാനാർത്ഥികൾ, ജയിച്ച MLA-മാർ, മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കം. ഇതാകണം കേരളം. അല്ലാതെ ജനത്തിൻ്റെ കണ്ണിരൊപ്പാനാകണം അവർ. ഒരു കോൺഗ്രസ് കുടുംബമാണ് ഞങ്ങൾ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും ഒക്കെ കോൺഗ്രസ്സുകാരാണ് മോളെ, വോട്ട് തരില്ല മോളെ, തരാൻ പറ്റത്തില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? സ്വാഭാവികമായും പിന്നെ ആ വഴിക്ക് ചെല്ലില്ല, പടിയടച്ച് നമ്മളങ്ങ് ഇറങ്ങിപ്പോകും. പക്ഷേ ആതിരയുടെ മനസ്സിൽ ആ കുടുംബമുണ്ടായിരുന്നു, ആ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. നിർധനരായ ആ മാതാപിതാക്കളുടെ ദയനീയാവസ്ഥ ആതിര ഡി നായരുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനെന്തായാലും ഒരു പൂപ്പ് കൈ.